നമസ്കാരം. എസ് വി ജേണലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ നമ്മുടെ വീഡിയോയുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും അതോടൊപ്പം അഭിപ്രായ വ്യത്യാസങ്ങളും കമൻറ്റുകളായി രേഖപ്പെടുത്താൻ മറക്കരുത്. നമ്മുടെ ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന എം പിയിലേക്ക് നമുക്കൊന്ന് പോകാം. ഷാഫി പറമ്പിൽ എം പിക്ക് ഇപ്പോൾ ഒരു വലിയ തിരിച്ചടി നേരിട്ടിരിക്കുന്നു. തിരിച്ചടിക്ക് കാരണം മറ്റൊന്നുമല്ല, ഇവിടെ KPCC തീരുമാനം വന്നു, എം പിമാരും മത്സരരംഗത്തേക്ക് വേണ്ട, നിലവിലുള്ള MLA മാർ തന്നെ മത്സരിക്കട്ടെ, ജയസാധ്യത കൂടിയ കൂടുതൽ സ്ഥാനാർത്ഥികളെ രംഗത്തേക്ക് ഇറക്കും എന്നുള്ളത് തന്നെയാണ് നമുക്കറിയാം. എന്നാൽ ഇത് AICCയുടെ തീരുമാനം മറ്റൊന്ന് വരാനുള്ള സാധ്യത നമ്മളിവിടെ മുൻകൂട്ടി കാണുന്നുണ്ട്. AICCയുടെ തീരുമാനപ്രകാരം ആണെന്നുണ്ടെങ്കിൽ പലർക്കും ഇവിടെ മത്സരിക്കാനുള്ള സാഹചര്യം ഒരുങ്ങുമെന്നുള്ള കാര്യം തീർച്ചയാണ്. എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ, കാര്യം AICCയിലുള്ള പല നേതാക്കന്മാർക്കും ഇവിടെ, അതായത് KC വേണുഗോപാലിനടക്കം കേരളത്തിൽ വന്ന് മത്സരിക്കുകയും ഒരു സമവായ മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ നിന്നുകൊണ്ട് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്താനും താല്പര്യമുണ്ട് എന്നുള്ളത് തന്നെയാണ് നമുക്കെല്ലാവർക്കും അത് വളരെ ക്ലിയറായി അറിയാവുന്ന കാര്യം തന്നെയാണ്. എന്നാൽ ഇവിടെ ഷാഫി പറമ്പിൽ മത്സരിക്കുമോ? അതൊരു വലിയ ചോദ്യമാണ്. ഷാഫി പറമ്പിൽ മത്സരിക്കാൻ വേണ്ടി തന്നെയാണ് ഷാഫി പറമ്പിൽ ഇക്കണ്ട കളി മുഴുവൻ കേരളത്തിൽ കിടന്നുകൊണ്ട് നാണംകെട്ട കളികൾ കളിച്ചതെന്ന് നമുക്കറിയാം. എന്നാൽ ഷാഫി പറമ്പിൽ ഒരു MP എന്നുള്ള നിലയിൽ അത്ര വിജയിച്ച ഒരാളാണോ? അല്ലേയല്ല. എല്ലാ MPമാർക്കും, കേരളത്തിലുള്ള എല്ലാ MPമാർക്കും 5 കോടി രൂപ വീതം പ്രതിവർഷം അവരുടെ നാട്ടിൽ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കണം എന്നുള്ളതാണ് വ്യവസ്ഥ, അല്ലെങ്കിൽ അനുവദിക്കാറുണ്ട്. 5 കോടി രൂപ എല്ലാ വർഷവും ഇവർക്ക് അനുവദിക്കാറുണ്ട് പ്രതിവർഷം. അതായത് 25 കോടി രൂപ അവരുടെ മണ്ഡല വിപുലീകരണത്തിനും അവിടുത്തെ അടിസ്ഥാന സൗകര്യ വികസനത്തിനും വേണ്ടി കേന്ദ്ര സർക്കാർ അനുവദിക്കുന്നുണ്ട്. എന്നാൽ ഈ 5 കോടിയിൽ 4% മാത്രമാണ് ഈ പറയുന്ന ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന MP വടകര മണ്ഡലത്തിന് വേണ്ടി നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. ഏകദേശം 20 ലക്ഷം രൂപയോളം മാത്രം. ഇതാണ് ഈ നമ്മുടെ ഷാഫി പറമ്പിൽ സ്വന്തം മണ്ഡലത്തിന് വേണ്ടി വിനിയോഗിച്ചിട്ടുള്ള ജനകീയനായ നേതാവ്. UDFനെ സംബന്ധിച്ചിടത്തോളം ഷാഫി പറമ്പിൽ യൂത്തിൻ്റെ മുഖമാണ്, അതോടൊപ്പം തന്നെ ജനകീയനായ ഒരു നേതാവാണ്. കാര്യം അവിടെ മലർത്തിയടിച്ചത് ശൈല ടീച്ചറെയാണല്ലോ. അപ്പോൾ ടീച്ചറെ മലർത്തിയടിച്ചത് കൊണ്ട് തന്നെ ആ ശക്തനായ നേതാവായി വാഴ്ത്തപ്പെടുന്നു. അതോടൊപ്പം തന്നെ ഒരു കരുത്തനായ നേതാവായി വാഴ്ത്തപ്പെടുന്നു, ജനകീയ മുഖമാക്കുന്നു, ആ ഒരു യൂത്തിൻ്റെ ഐക്കണാക്കി മാറ്റുന്നു. ഇതെല്ലാം ശരി തന്നെയാണ്. ഇത് എവിടെയാണ് ഷാഫി പറമ്പിലിൻ്റെ പ്രവർത്തന മേഖല? ജനങ്ങൾക്കിടയിലാണോ? അല്ല. ജനങ്ങൾക്കിടയിൽ നിന്ന് മാറി നിന്നുകൊണ്ട് ഷാഫി പറമ്പിൽ ക്യാമറകൾക്ക് മുന്നിലാണ് എപ്പോഴും പ്രവർത്തനം നടത്തിയിട്ടുള്ളത്. അതായത് സ്വന്തം PR ഏജൻസിയെയും കൊണ്ട് നാഴികയ്ക്ക് 40 തൊട്ടോ അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ 3/4 ഭാഗത്തോളം സ്വന്തം PR ഏജൻസിയെയും കൊണ്ട് നടക്കുന്ന ഒരു നേതാവുണ്ടെങ്കിൽ അയാളുടെ പേര് ഷാഫി പറമ്പിൽ എന്ന് തന്നെയാണ്. പറയുന്നതും കേൾക്കുന്നതും ചെയ്യുന്നതും നടക്കുന്നത് പോലും റീലുകളാക്കി ഇട്ടുകൊണ്ട് ഒരു റീൽ രാഷ്ട്രീയത്തിൻ്റെ പ്രധാനപ്പെട്ട വക്താവ് എന്നുള്ള നിലയിൽ തന്നെയാണ് ഷാഫി പറമ്പിലിനെ നമ്മൾ അംഗീകരിച്ചു കൊടുത്തിരിക്കുന്നത്. പേഴ്സണൽ മേക്കപ്പ് മാൻ വരെ അദ്ദേഹത്തിനൊപ്പം ഉണ്ടെന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. അദ്ദേഹത്തിൻ്റെ മുടി ചീകി വെക്കാൻ, അദ്ദേഹത്തിൻ്റെ മുഖം മിനുക്കാൻ, പിന്നെ അതോടൊപ്പം താടിയിൽ പറ്റിയിരിക്കുന്ന കേക്ക് തുടച്ചു കൊടുക്കാൻ സന്ദീപ് വാര്യരും. അപ്പോൾ ഇങ്ങനെ കുറച്ചധികം ആൾക്കാരുടെ പിൻബലത്തോടു കൂടി സ്വയമേവ ഞെളിഞ്ഞു നടക്കുന്ന ഒരു നേതാവാണ് ഷാഫി പറമ്പിൽ. അല്ലാതെ കഴിഞ്ഞ ഒരു വർഷമല്ല, ഏകദേശം 2 വർഷക്കാലത്തോടടുക്കുന്നു ഷാഫി പറമ്പിൽ വടകരയുടെ MP ആയിട്ട്. ഈ പറയുന്ന 2 വർഷ കാലയളവിനിൽ ഇതുവരെ മുടക്കിയ തുകയാണ് ഈ പറയുന്ന വെറും 4% എന്ന് പറഞ്ഞാൽ. എന്താണ് ഒരു MP എന്നുള്ള നിലയിൽ ഇതാണോ ചെയ്യേണ്ടിയിരിക്കുന്നത്? എന്നാൽ ഷാഫി പറമ്പിലിനെ സംബന്ധിച്ചിടത്തോളം വടകരയിൽ എത്തിയതിനു ശേഷം ഷാഫിക്ക് ഒരുപാട് പ്രതിസന്ധികൾ തരണം ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. എന്തൊക്കെ പ്രതിസന്ധികളാണ്? പ്രധാനമായും ഷാഫി തന്നെ ഉണ്ടാക്കി വെച്ച പുകലുകൾ തന്നെയാണ്. ഷാഫി ഏറ്റവും ഒടുവിൽ പിന്നെ ഷാഫിയുടെ നോമിനി എന്നുള്ള നിലയിൽ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനാക്കിയ ഒരാളെ കൊണ്ടുവന്ന് അവരോധിക്കുന്നു. അപ്പോൾ തന്നെ വരുന്നു അടുത്ത കെണി. അയാൾ കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ വൃത്തികെട്ടവനാണ്, നീചനാണ് എന്നുള്ളൊരു വാർത്ത പുറത്തേക്ക് വരുന്നു. അതായത് കള്ളത്തരം കാണിച്ച് ഉഡായിപ്പിലൂടെ ഈ പറയുന്ന സംസ്ഥാന അധ്യക്ഷ പദവിയിലേക്ക് എത്തിയ ഒരാളാണ്. അപ്പോൾ അടുത്ത ചോദ്യം, ഇങ്ങനെയൊരു തന്ത്രം രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന ഒരു നേതാവിനെ കൊണ്ട് ചെയ്യിക്കുകയും അവന് പറഞ്ഞു കൊടുത്തതും ആരാണ് എന്ന് ചോദിച്ചാൽ അതിൽ എപ്പോഴും ഒരു ഹെഡ്മാഷ് എന്നുള്ള നിലയ്ക്ക് നിൽക്കുന്ന ഒരാൾ തന്നെ അതിനകത്ത് കുറ്റക്കാരനായി മാറുന്നില്ലേ? ആരാണ്? അത് ഷാഫി പറമ്പിൽ തന്നെയാണ്. അങ്ങനെ വ്യാജ ID കാർഡുകൾ നിർമ്മിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ കഴിയുമെന്നുള്ള ഒരു തന്ത്രം ഒരുപക്ഷെ ഇവർ കൂട്ടായി എടുത്ത തീരുമാനത്തിൻ്റെ ഭാഗമായിരുന്നിരിക്കാം. അങ്ങനെയും നമ്മൾ സംശയിക്കേണ്ടി വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു കാര്യം കൂടി ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ തുടക്കം മുതൽ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെ പിന്തുണയ്ക്കുന്ന തരത്തിലേക്ക് തന്നെയാണ് ഷാഫി പറമ്പിൽ മൂവ് ചെയ്തിട്ടുള്ളത്, നടന്നിട്ടുള്ളത്. പിന്നീട് പാലക്കാട് നിന്നും ഷാഫി പറമ്പിൽ വടകരയിലേക്ക് ചാടുമ്പോൾ വരുന്ന ഒരു പ്രശ്നം, ഷാഫി പറമ്പിൽ അവിടെ ജനകീയനായ ഒരു നേതാവായി തന്നെ അറിയപ്പെട്ടുകൊണ്ടിരുന്ന ഒരാൾ തന്നെയാണ്. അതിനു മുമ്പ് അദ്ദേഹം നടത്തിയിട്ടുള്ള കുൽസിത പ്രവർത്തനങ്ങളെല്ലാം നമുക്ക് മാറ്റി നിർത്താം. അങ്ങനെ ഷാഫി പറമ്പിൽ അവിടെ ഒരു ജനകീയ നേതാവായി നിൽക്കുന്ന സാഹചര്യത്തിൽ എൻ്റെ നോമിനി എന്നുള്ള നിലയിൽ ഞാൻ കഴിഞ്ഞാൽ എൻ്റെ നോമിനി, എൻ്റെ ശിഷ്യൻ തന്നെ വരണം എന്ന് പറഞ്ഞുകൊണ്ട് അവൻ കോൺഗ്രസ്സുകാർ പാലക്കാട്ടുകാർക്ക് നൽകുന്ന ഒരു വലിയ സമ്മാനമായി ഒരുത്തിനെ അവിടെ കൊണ്ടുവന്ന് അവതരിപ്പിക്കുന്നു. അവൻ്റെ പേര് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് തന്നെയല്ലേ? അതെ.
ആ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ആയിരിക്കുന്ന കാലഘട്ടത്തിൽ അവൻ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ പദവി കൂടി വഹിക്കുന്ന സാഹചര്യമായിരുന്നു. അവിടെ കോടിക്കണക്കിന് രൂപയുടെ അഴിമതി നടത്തി. ഇപ്പൊ കൊണ്ടുകൊടുത്ത 1,05,00,000 രൂപ OJ ജനീഷ് കൊണ്ടുവന്നിട്ട് അവിടെ കൊണ്ടു കൊടുത്തില്ലേ? പിന്നെ മഹാപഞ്ചായത്തിൽ 1,05,00,000 രൂപ ഞങ്ങൾ വയനാട് ദുരിതാശ്വാസ അതോടൊപ്പം പുനരധിവാസ പദ്ധതിക്ക് വേണ്ടി ഞങ്ങൾ 30 വീടുകൾക്ക് വേണ്ടി കൊണ്ടു കൊടുക്കുന്ന തുക എന്ന് പറഞ്ഞുകൊണ്ട് വലിയ ആർഭാടമായി കൊണ്ടു കൊടുത്തില്ലേ? എന്നാൽ ആ തുക കൊടുത്തിട്ടുണ്ടാകുമോ? കാര്യം മേടിച്ചവരും കള്ളന്മാരാണ്, കൊടുത്തവരും കള്ളന്മാരാണ്. അതാണ് യാഥാർത്ഥ്യം. ഞങ്ങൾ ഏതൊരു പൊട്ടനും പറ്റും ഒരു വേസ്റ്റ് ബോർഡിനകത്ത് ഒരു ചെക്കിൻ്റെ പടം പ്രിന്റ് ചെയ്തിട്ട് അതിൽ 1,05,00,000 രൂപ എന്ന് പ്രിന്റ് ചെയ്തെടുക്കാൻ ഇന്ന് വലിയ പൈസ ചിലവൊന്നുമില്ല. അതിന് കൂടി വന്ന് 100-500 രൂപയുടെ ചിലവേ വരികയുള്ളൂ. അപ്പോൾ അങ്ങനെ അത് പ്രിന്റ് ചെയ്തുകൊണ്ട് നാട്ടുകാർ കാണുകയെ നാട്ടുകാരെയും അണികളെയും പ്രവർത്തകരെയും എല്ലാം വെറും പൊട്ടന്മാരും മണ്ടന്മാരുമാക്കിക്കൊണ്ട് ഇങ്ങനെയൊരു സാമ്പത്തിക സഹായം ഞങ്ങൾ നൽകുന്നതായിട്ട് പ്രഖ്യാപിച്ചുകൊണ്ട് കൊണ്ടു കൊടുത്തു. അതിൽ പിന്നെ രാഹുൽ ഗാന്ധി വരെ അതിനകത്ത് വെറും പൊട്ടനായിപ്പോയി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അങ്ങനെ ഒരു തുക കൊടുത്തിട്ടുണ്ടോ? ആർക്കെങ്കിലും അറിയുമോ? നമുക്ക് ആർക്കെങ്കിലും വ്യക്തമായി അതിനൊരു അഭിപ്രായം പറയാൻ പറ്റുമോ? തുക കൊടുത്തിട്ടില്ല എന്ന് നമുക്ക് ഊഹിക്കേണ്ടി വരും. കാര്യം അതുവരെ പറഞ്ഞുകൊണ്ടിരുന്ന കണക്കുകളിൽ നിന്ന് എത്രയോ മാറിക്കൊണ്ടുള്ളൊരു കണക്കാണ് പിന്നീട് അവതരിപ്പിക്കപ്പെട്ടത്. കണക്കുകൾ തിരിഞ്ഞും മറിഞ്ഞും ഒക്കെ വന്നുകൊണ്ടിരുന്നു. അപ്പോൾ ഈ പറയുന്ന 1,05,00,000 എന്നൊക്കെ പറയുന്നത് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി നടത്തിയ വെറും ഒരു നാടകം മാത്രമാണ്, അസംബന്ധമായ നാടകം മാത്രമായിരുന്നു എന്ന് നമുക്ക് പറയേണ്ടി വരും. അപ്പോൾ അങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇങ്ങനെ ഒരു പ്രശ്നത്തിലേക്ക് അകപ്പെടുന്നു. പിന്നീട് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ പദവിയിൽ നിന്ന് രാജിവെക്കേണ്ട ഗതികേടിലേക്ക് പോകുന്നത് ഇവനെതിരായ ഒരു പെണ്ണുകേസ് വന്നപ്പോഴാണ്. അപ്പോൾ ഈ ഫണ്ട് തട്ടിപ്പിന്റെ കേസിലും ഒരുപക്ഷെ ഈ വിവരങ്ങളും ഒരുപക്ഷെ ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന നേതാവിന് അറിയാം. പിന്നെ എന്തുകൊണ്ട് പാലക്കാട് ഇവൻ ജയിച്ചു? അതിന് പ്രധാനപ്പെട്ട കാരണമുണ്ട്. അന്ന് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിച്ചപ്പോൾ അവിടെ ഏറ്റവും ആദ്യമായി പിന്നെ ആഹ്ലാദ പ്രകടനത്തിനിറങ്ങിയ SDPIയുടെ പ്രവർത്തകരായിരുന്നു. SDPIയും ജമാഅത്തെ ഇസ്ലാമിയും അടങ്ങുന്ന ന്യൂനപക്ഷങ്ങളുടെ മറ്റൊരു ഗ്രൂപ്പ് ഉണ്ടല്ലോ, മതരാഷ്ട്രവാദികളെന്ന് നമുക്ക് വിളിക്കാൻ കഴിയുന്നവർ. അവരായിരുന്നു ആദ്യം ആഘോഷ പരിപാടികളുമായി ഇറങ്ങിയത്, ആഹ്ലാദ പ്രകടനവുമായി ഇറങ്ങിയത്. എന്തുകൊണ്ട്? ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന ഒരു നേതാവിനെ ഏറ്റവും കൂടുതൽ അവിടെ പിന്തുണച്ചത് ഈ കൂട്ടരായിരുന്നു. SDPIയും ജമാഅത്തെ ഇസ്ലാമിയും അടങ്ങുന്ന ഒരു കൂട്ടരായിരുന്നു, മൗമൂദികൾ എന്ന് വിളിക്കുന്ന ജമാഅത്തെ ഇസ്ലാമി. അവരായിരുന്നു ഷാഫി പറമ്പിലെ ഏറ്റവും കൂടുതൽ പിന്തുണച്ചുകൊണ്ട് മുന്നോട്ട് പോയത്. അപ്പോൾ ഷാഫി പറമ്പിലിനെ ഈ പറയുന്ന ന്യൂനപക്ഷങ്ങളുടെ ഒരു മുഖമായി ചിത്രീകരിക്കാൻ UDFന് സാധിച്ചു എന്നുള്ളതാണ് വസ്തുത. അപ്പോൾ പിന്നീട് അവിടെ MLA ആയിരിക്കുന്ന കാലഘട്ടത്തിൽ ഇവനെതിരായിട്ടൊരു പരാതി ഉയരുകയും ഇവൻ രാജിവെക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോകുന്നു. അതോടുകൂടി VD സതീശൻ കൊള്ളരുതാത്തവനായി മാറുന്നു. അപ്പോൾ ഷാഫി ചെയ്ത അടുത്ത തെറ്റെന്താണ്? കേരളത്തിലുള്ള കോൺഗ്രസ് പാർട്ടിയെ വീണ്ടും ഭിന്നിപ്പിച്ചു. അത് ഷാഫി പറമ്പിൽ ചെയ്ത ഏറ്റവും വലിയ തെറ്റാണ്. കേരളത്തിൽ അതുവരെ ഒരുമിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന, അതിൽ ആകെ ഒരു വ്യത്യാസമുള്ളത് K. സുധാകരൻ എന്ന് പറയുന്ന പുകഞ്ഞ പുള്ളിയും അതോടൊപ്പം പിന്നെ ഒരു പ്രയോജനവുമില്ല എങ്കിലും കൂടെ കൊണ്ട് നടക്കുന്ന രമേശ് ചെന്നിത്തലയും, ഇവർ രണ്ടുപേരെ ഒഴിവാക്കിയാൽ കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി മൊത്തത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നത്, കേന്ദ്രീകരിക്കപ്പെട്ടിരുന്നത് നമ്മുടെ VD സതീശനിലേക്കായിരുന്നു. ഇവന്റെ രാജിയോടുകൂടി, രാഹുൽ മാങ്കൂട്ടത്തിന്റെ രാജിയോടുകൂടി കോൺഗ്രസ് രണ്ടായും കീറിമുറിക്കപ്പെടുകയാണ് ചെയ്തത്. ഈ തക്കം നോക്കിയിരുന്ന KC വേണുഗോപാൽ കൃത്യസമയത്ത് ഇടപെടലുകൾ നടത്തിക്കൊണ്ട് ഈ ഷാഫി പറമ്പിലിനെയും രാഹുൽ മാങ്കൂട്ടത്തിലിനെയും അടക്കമുള്ളവരെ നേരിട്ടങ്ങ് വലിക്കുകയും ചെയ്തു. പക്ഷേ VD സതീശൻ അറിയാതെ പോയ മറ്റൊരു ഷാഫി പറമ്പിലുണ്ടായിരുന്നു. ആ ഷാഫി പറമ്പിലായിരുന്നു ഉമ്മൻചാണ്ടിക്കൊപ്പം നിന്നുകൊണ്ട് ഉമ്മൻചാണ്ടിയുടെ വിശ്വസ്തം കളിച്ചുകൊണ്ട് ഉമ്മൻചാണ്ടിയെ ഒറ്റിക്കൊടുത്ത് VD സതീശനെ പ്രതിപക്ഷ നേതാവാകാൻ വേണ്ടി പ്രയത്നിച്ച, അല്ലെങ്കിൽ അതിനുവേണ്ടി ചരടുകൾ വലിച്ച ഒരു ഷാഫി പറമ്പിൽ നമ്മൾക്കൊപ്പം ഉണ്ടായിരുന്നു. ആ കാര്യം എന്തുകൊണ്ടാണ് VD സതീശൻ മനഃപൂർവ്വം മറന്നുപോയതാണ്? അതോ മനഃപൂർവ്വമാണോ അതോ അറിയാതെ പോയതാണോ എന്ന് മനസ്സിലാവുന്നില്ല. അപ്പോഴും അങ്ങനെ ഒരു ചതിയൻ കളി എപ്പോഴും ഷാഫി പറമ്പിലിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കേന്ദ്രം തന്നെയായിരുന്നു. ചതിയനാകുക, ചതിച്ചുകൊണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്കറിയാം, ഉമ്മൻചാണ്ടി പറഞ്ഞിരുന്നു, എടാ നീ ഒരിക്കൽ പോലും പിന്നെ VD സതീശൻ പ്രതിപക്ഷ നേതാവാകുന്നതിനെ പിന്തുണയ്ക്കരുത് എന്ന് ഉമ്മൻചാണ്ടി പറഞ്ഞിരുന്നു. എന്തുകൊണ്ടാണ്? ഉമ്മൻചാണ്ടിയുടെ അതിവിശ്വസ്തനായിരിക്കുന്ന കാലഘട്ടത്തിലാണ് പറഞ്ഞത്. എന്നിട്ടും ആ ഉമ്മൻചാണ്ടിയെ ചതിച്ച ഒരാളാണ് പിന്നെ ഷാഫി പറമ്പിൽ. അതേ ഷാഫി പറമ്പിൽ ഒരേ സമയം തന്നെ VD സതീശനൊപ്പവും ഒരേ സമയം പിന്നെ ഇതേ KC വേണുഗോപാലിനൊപ്പം നിന്നുകൊണ്ട് ഇവിടുത്തെ ഒരു വലിയ ചാരപ്പണി നടത്തി ഒരു ബ്ലാക്ക് ഏജന്റായിട്ട് വർക്ക് ചെയ്തു. അങ്ങനെ ആ ഒരു ഏജന്റായിട്ട് വർക്ക് ചെയ്തുകൊണ്ട് VD സതീശനെ വീഴ്ത്താൻ തക്കം പാർത്തിരുന്ന ഷാഫി പറമ്പിൽ കൃത്യമായി അത് ചെയ്തു. VD സതീശനെ വീഴ്ത്തിക്കളഞ്ഞു. അങ്ങനെയും VD സതീശന് മനോനില തെറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ അങ്ങനെ ഒരു കള്ളക്കളി കളിച്ചുകൊണ്ട് ഇപ്പോൾ KC വേണുഗോപാലിൻ്റെ ഒപ്പം ചേർന്ന് നിന്നുകൊണ്ട് എങ്ങനെയെങ്കിലും തനിക്ക് കേരളത്തിലൊരു മന്ത്രിയാവണം എന്നുള്ളതാണ് ഇപ്പോൾ ഷാഫി പറമ്പിലിൻ്റെ ലക്ഷ്യം. മറ്റൊന്നും കൊണ്ടല്ല, എങ്ങനെയെങ്കിലും മതപരമായ ഒരു ഭിന്നിപ്പ് കേരളത്തിൽ ഉണ്ടാക്കണം. മതപരമായി ഒരു വലിയ വിഘടനം ഇവിടെ ഉണ്ടായെങ്കിൽ മാത്രമേ അത് ഷാഫി പറമ്പിലിന് ന്യൂനപക്ഷത്തിൻ്റെ വോട്ടുകൾ നേടിക്കൊണ്ട് വിജയിക്കാൻ കഴിയുമെന്ന് ഷാഫി പറമ്പിൽ കൃത്യമായിട്ട് അറിയാം. കാരണം ഷാഫി പറമ്പിലിനെ കണ്ടുകൊണ്ട് മാത്രമാണ് ജമാഅത്തെ ഇസ്ലാമിയും SDPI അടക്കമുള്ള മതരാഷ്ട്രവാദികൾ ഇന്ന് UDFനെ പിന്തുണച്ചുകൊണ്ട് നേർക്കുനേരെ നിൽക്കുന്നത്. അല്ലെങ്കിൽ അവർ രാഹുൽ മാങ്കൂട്ടത്തിനെ അവർ പിന്തുണയ്ക്കുമോ? ഇല്ല. ഷാഫി എന്ന് പറയുന്ന ഒരാളെ കണ്ടുകൊണ്ട് മാത്രമാണ്.
പിന്നീട് ഇതേ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ സകലമാന പെണ്ണ് കേസുകളിലും പോയി. വടകരയിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു പെണ്ണിനെ ക്ഷണിക്കുക വരെ ചെയ്തു, വടകരയിലെ ഫ്ളാറ്റിലേക്ക്. വടകരയിൽ ഫ്ളാറ്റുള്ളത് ഷാഫി പറമ്പിലിനായിരിക്കുമെന്ന് സ്വാഭാവിക ചിന്തയുള്ള എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ്. അപ്പോൾ അങ്ങനെ നെറുകേടിനും വൃത്തികേടിനും എല്ലാം കൂട്ടുനിന്നുകൊണ്ട് കാസർഗോഡ് മലയോര മേഖലകളിലെല്ലാം ഷാഫി പറമ്പിൽ ഒരു വലിയ കമ്മീഷൻ ഏജന്റാണ് എന്ന് തന്നെ പറയുന്ന, പച്ചയ്ക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്ന നിരവധി ആളുകളെ നമുക്കറിയാം. അപ്പോൾ അങ്ങനെ ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന ഒരു വ്യക്തി കേരള രാഷ്ട്രീയത്തിൽ ഒരു ചാണക്യതന്ത്രം ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ മൗമൂദികളെ അടക്കമുള്ള മതരാഷ്ട്രവാദികളിലേക്ക് വലിയ സ്വാധീനം ചെലുത്തിക്കൊണ്ട് കേരളത്തിനെ ഭിന്നിപ്പിക്കാനുള്ള വലിയൊരു ശ്രമം നടക്കുന്നുണ്ട്. അതായത് ഒരു മതരാഷ്ട്രവാദം ഉന്നയിച്ചുകൊണ്ട് ന്യൂനപക്ഷങ്ങളെല്ലാം തന്നോടൊപ്പം നിൽക്കണം എന്നുള്ള ഒരു കടുത്ത വാശിയോടുകൂടി തന്നെ പ്രവർത്തിക്കുന്ന ഒരു നേതാവാണ് ഈ ഷാഫി പറമ്പിൽ. അപ്പോൾ ഇമാതിരിയായ കേരളത്തിലെ കോൺഗ്രസിനകത്ത് കിടന്നുകൊണ്ട് ഇമാതിരി കളികൾ കളിച്ചുകൊണ്ട് നടക്കുന്ന ഷാഫി പറമ്പിലിന് നമ്മുടെ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച വടകരയിലെ ജനങ്ങളോട് എന്ത് പ്രതിപത്തിയാണുള്ളത്? ആ ജനങ്ങളെ ഏത് രീതിയിലാണ് ഇയാൾ സഹായിക്കേണ്ടത്? ഒരു കാരണവശാലും ആ ജനങ്ങളുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് വേണ്ടി ഇനിയും ഷാഫി പറമ്പിലിന്റെ പക്കൽ നിന്ന് ഒരു രൂപ പോലും ഇറങ്ങില്ല. ഷാഫി പറമ്പിലിന്റെ ഇനി അടുത്ത ലക്ഷ്യം എങ്ങനെയെങ്കിലും AICCയിൽ ഒരു തീരുമാനം ഉണ്ടാകണം, തനിക്ക് MLA ആയി മത്സരിക്കാനുള്ള തീരുമാനം. ഈ ഷാഫി പറമ്പിൽ ഇത്രയും കുടില ബുദ്ധിക്കാരനായ, ഇത്രയും കുശാഗ്ര ബുദ്ധിക്കാരനായ, ആരെയും തരം നോക്കി ചവിട്ടിത്താഴ്ത്താൻ ശേഷിയുള്ള ഈ ഷാഫി പറമ്പിലാണ്, അതോടൊപ്പം തന്നെ തനിക്ക് ഗുണം കിട്ടുന്ന ഏതൊരു കാര്യത്തിനും ഒപ്പം നിൽക്കുന്ന ഇതേ ഷാഫി പറമ്പിലാണ് അടുത്ത തവണ മത്സരരംഗത്തേക്ക് അതായത് AICC അംഗീകരിച്ചാൽ ഇവിടെ MLA മത്സരിക്കാൻ പോകുന്നത്. ഇതേ ആൾ തന്നെയാണ് ഈ ചിരിച്ച മുഖവും വടിവത്ത മുടിയുമായി ഇറങ്ങിയിരിക്കുന്ന ഇതേ ഷാഫി പറമ്പിൽ ഒരു മന്ത്രിയായി കഴിഞ്ഞാൽ കേരളം ഏത് രീതിയിൽ അധപ്പതിച്ചു പോകും എന്നുള്ള കാര്യം നമ്മൾ ചിന്തിച്ചാൽ മതിയാവും. സ്വന്തം കാര്യത്തിന് റീലുകൾ ചിത്രീകരിച്ചുകൊണ്ട് റീൽ രാഷ്ട്രീയത്തിലൂടെ രംഗപ്രവേശം ചെയ്ത് റീലിലൂടെ മാത്രം ജനങ്ങളെ സേവിച്ചുകൊണ്ടിരിക്കുന്ന, ജനങ്ങൾക്കിടയിൽ പച്ചക്കള്ളം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന, തൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി തൻ്റെ തോളിൽ കൈയിട്ടുകൊണ്ട് നടന്നവനെയും തന്നെ എടുത്ത് പൊക്കിക്കൊണ്ട് നടന്നവനെയും തരത്തിനനുസരിച്ച് തള്ളിത്താഴിയിടാൻ തക്ക ശേഷിയുള്ള ഒരു നേതാവായി ഷാഫി പറമ്പിൽ മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഒരു അവസരവാദ രാഷ്ട്രീയക്കാരൻ്റെ എല്ലാ മുഖഭാവങ്ങളോടും കൂടി തന്നെയാണ് ഇന്ന് ഷാഫി പറമ്പ് വേദികളിൽ പ്രത്യക്ഷപ്പെടുന്നത്. സ്വന്തം രാഹുൽ മാങ്കൂട്ടത്തിലെ പൊതുനിരത്തിലേക്ക് ഇറങ്ങാൻ സ്വന്തം മൂക്കിൻ്റെ പാലം പോലീസുകാർ അടിച്ചു പൊട്ടിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് കള്ളക്കഥയുണ്ടാക്കി ആശുപത്രിയിൽ പോയി കിടന്നു, അവിടെ സർജറി നടന്നു എന്ന് പറഞ്ഞു. എന്നിട്ട് കൊണ്ട് ആ ഗ്യാപ്പിലൂടെ രാഹുൽ മാങ്കൂട്ടത്തിലിനെ പൊതുധാരയിലേക്ക് എത്തിക്കാനും ഷാഫി പറമ്പിൽ ശ്രമിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും കുശാഗ്ര ബുദ്ധിക്കാരനും കുടില ബുദ്ധിക്കാരനും കൂർമ്മ ബുദ്ധിക്കാരനുമായ ഈ ഷാഫി പറമ്പിലിനെ എങ്ങനെയാണ് നാളെ ജനം വിശ്വസിക്കേണ്ടത്? ഇതിൻ്റെ എല്ലാം പങ്ക് പറ്റിയിട്ടില്ല ഷാഫി പറമ്പിൽ എന്ന് ഷാഫി പറമ്പിൽ എപ്പോഴെങ്കിലും ആരോടെങ്കിലും പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ട് അങ്ങനെ ചെയ്തിട്ടില്ല എന്നുള്ള കാര്യത്തിൽ എവിടെയെങ്കിലും നമുക്ക് തെളിവുണ്ടോ? അങ്ങനെ ചെയ്തിട്ടുണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്നതിന് 100 തെളിവുകൾ നമ്മുടെ മുന്നിലുണ്ട്. ഇനി SDPIയുടെയും ജമാഅത്തെ ഇസ്ലാമിക്കുമായി വിദേശ രാജ്യങ്ങളിൽ നിന്ന് വരുന്ന ഫണ്ടുകൾ ഏത് വഴി വരുന്നു എന്നുള്ളതിനെക്കുറിച്ച് ഒരുപക്ഷെ ഈ ഷാഫി പറമ്പിൽ ഉണ്ടായിരിക്കാം. ഈ മതരാഷ്ട്രവാദികൾക്ക് എവിടെ നിന്നാണ് ഫണ്ടിങ് നടക്കുന്നത് അതിനെക്കുറിച്ചും കൃത്യമായ അറിവ് ഷാഫി പറമ്പിൽ ഉണ്ടായിരിക്കാം. കാര്യം അതൊന്നും ഒരിക്കലും ഷാഫി പറമ്പിൽ വിട്ടു പറയില്ല. ഇത് സംബന്ധിച്ച് ശക്തമായ ഒരു അന്വേഷണം തന്നെ വേണമെന്നേ. ഇപ്പം തന്നെ കണ്ടില്ലേ, കഴിഞ്ഞ ദിവസം പിഴയടച്ച് പോരേണ്ടി വന്നത് കേരളത്തിൽ കാലുകുത്താത്ത ഒരു MPയുടെ ഓഫീസിൽ കൊണ്ടുവന്ന് വാഴ വെച്ചതിന് ദേശീയപാത ഉപരോധിച്ചു. എത്രയധികം ആൾക്കാർ യാത്ര ചെയ്യുന്ന ഒരു സ്ഥലമാണ് ദേശീയപാത. ആ ദേശീയപാത ഉപരോധിച്ചതിന് കേസായി, അത് അറസ്റ്റ് ചെയ്യപ്പെട്ടു. ഒരു ദിവസം തടവ്, ഒരു ദിവസം തടവിന് വിധിക്കപ്പെട്ട ഒരു നേതാവ് കൂടിയാണ് ഷാഫി പറമ്പിൽ. അതായത് സ്വന്തം കാര്യം നോക്കാനും തന്നെ കൂടെ നിൽക്കുന്നവരെ ഏത് തരത്തിൽ വേണമെങ്കിലും അവൻ എത്ര വൃത്തികെട്ടവനായാലും അവനെ പിന്തുണയ്ക്കാനും സ്വന്തം കാര്യത്തിന് വേണ്ടി ഏതൊരുത്തൻ്റെ കാല് പിടിക്കാനും മടിയില്ലാത്ത ഒരു തരംതാണ നേതാവായി ഷാഫി പറമ്പിൽ മാറി എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.